വന്നിട്ടുണ്ട് അവിടേക്ക്. DH വണ്ടിക്ക് നിർത്തി ഇവർ 3 ആളും കൂടി അവിടെ കൊണ്ടാണ് സാറേ ഞങ്ങൾ ഈ ന്യൂ ഇയറൊക്കെ ആയിട്ട് ഇങ്ങനെ പറ്റും. അയാൾ പറഞ്ഞാൽ ഓക്കെ, ഒരു കാര്യം നമുക്ക് അടി ഒഴിവാക്കാൻ പറ്റില്ല. 50 ന്യൂ ഇയർ പ്രമാണിച്ച് ഒരു 10 നമുക്ക് 10 ചെറുതാക്കാം. ഓക്കെ ശരി, സമാധാനം, 10 ആയല്ലോ. അപ്പോൾ ആരും ചോദിച്ചു. അപ്പോൾ ഇയാൾ ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒരു ചോദ്യം കൂടി നിങ്ങൾക്ക് ചോദിക്കാം, ഒരു ഓഫർ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഓഫറും കൂടി ചോദിക്കാം. അടി എന്തായാലും ഉണ്ട്, ഒരു എക്സ്ട്രാ ഓഫർ. അപ്പോൾ ചൈനക്കാരൻ ആദ്യം പറഞ്ഞു, എല്ലാം ഇൻവെൻഷൻ ഞാനാണ് ആദ്യം കണ്ടുപിടിക്കൽ, ഞാൻ ആദ്യം ചോദിക്കാൻ നേരം മുമ്പ് കയറുന്നിട്ട് ഉപരി പറഞ്ഞു, ശരി ഓക്കെ ഐ ആം റെഡി this punishment but I want one pillow and that should bind behind me എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഇത്ര ഉദ്ദേശിച്ചുള്ളൂ, അടിച്ചോട്ടെ പക്ഷെ ഒരു പില്ലോ തലണ വെച്ച് കെട്ടാ അവിടെ അടി കിട്ടി കഴിഞ്ഞാൽ ഓക്കെ ഈസി. അവർക്ക് അടിച്ചാൽ മതി, അവർക്ക് പ്രശ്നമൊന്നുമില്ല, ഇവർക്ക് കൊണ്ടാൽ മതി, ഇവർക്കും പ്രശ്നമില്ല. പണിഷ്മെന്റ് നടപ്പിലാക്കാനുള്ളൂ. അടി അങ്ങ് തുടങ്ങി ഒരു 5 അടി കൊണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ തലയാണങ്ങ് പിന്നിപ്പോയി, പിന്നെ അങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യക്കാരനും പാകിസ്ഥാനും മനസ്സിൽ ചെറിയൊരു സന്തോഷം ഉണ്ടാവില്ലേ, കാരണം ആദ്യം കയറുന്ന വലിയ ഷൈൻ ചെയ്തല്ലേ. ഓക്കെ, അവർ രണ്ടാമത് പാകിസ്ഥാൻകാരനെ കത്തി, എനിക്ക് ഒരു പില്ലോക്ക് പകരം 2 പില്ലോ. അങ്ങനെ രണ്ടാമത് ഇന്ത്യക്കാരൻ കയറുന്നപ്പോൾ നിൽക്കണ്ട, ഞാനാണ് ഇനി എല്ലാം തന്നെ കാശ്മീരിൽ കൊണ്ട് ഇനി എന്തെങ്കിലും ഞാനൊന്ന് ജയിക്കട്ടെ. ഇയാൾ പറഞ്ഞു സോറി ഐ വാണ്ട് ടു പില്ലോ. അടി കിട്ടും. ഈ പ്രപ്പോഷൻ പ്രത്യേകത 5, 6, 7 എണ്ണായിപ്പോ എന്ത് പൊട്ടുന്നു. പിന്നെ നെക്സ്റ്റ് ആരാ ഇയാള് പറഞ്ഞു, നിങ്ങളോട് ഒരു ദേശസ്നേഹം 50 എണ്ണം തന്നെ എനിക്ക് അങ്ങനെ ആത്മാർത്ഥം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് 50 അടി ഞാൻ തരാം. അറബി എല്ലാവരും വലിയ പൊട്ടൻ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 50 എണ്ണം പാസ്സായി. ഓക്കെ, എന്താ ഇനി അടുത്ത ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ പാകിസ്ഥാൻകാരനെ എൻ്റെ പുറത്തുനിന്ന് വെച്ച് കെട്ടിത്തന്ന പാകിസ്ഥാൻകാരനെ എൻ്റെ പുറത്തുനിന്ന് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഐ വിൽ ബി ഹാപ്പി അല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഹാപ്പിനെസ്, ഒരാൾക്ക് പണി കൊടുത്താലും നമ്മൾ എന്ത് കാണും, ഹാപ്പിനെസ് കാണും. നന്നായി പഠിച്ചാലും നമ്മൾ എന്ത് കാണും, ഹാപ്പിനെസ് കാണും. സോഷ്യൽ സർവീസിലേക്ക് ഇറങ്ങിയാൽ നമ്മൾ എന്ത് കാണും, ഹാപ്പിനെസ് കാണും. ഇന്നിവിടെ പ്രോഗ്രാം സംഘടിപ്പിച്ച് ഓടി വന്നിട്ട് അറ്റൻഡ് ചെയ്താൽ നമ്മൾ എന്ത് കാണും, ഹാപ്പിനെസ് കാണും. നമ്മൾ അമ്മ എന്തേ പറഞ്ഞു, നമ്മൾ വെറുപ്പിക്കാണക്കി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കാണും, ഹാപ്പിനെസ് കാണും. ടീച്ചർമാർ ചൂടാകുമ്പോൾ പറഞ്ഞാൽ നമുക്ക് എന്ത് കാണും, ഹാപ്പിനെസ് ആണില്ലേ, ചെറിയ ഹാപ്പിനെസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് സങ്കടം വരും. അപ്പോൾ നമ്മളെ ഹാപ്പിനെസ് കൂട്ടാനും നമുക്കൊരു പവർഫുൾ ആയിട്ട് മാറാനും നമുക്ക് ബി എ ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാറണമെന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ ടാസ്ക്, ഞാൻ ഒരു ചെറിയൊരു കോട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ആ കോട്ട് ഇങ്ങനെയാണ്, വായിച്ചേ. In order to save yourself, I must destroy the me I once thought to be. If you want to become strong, if you want to become powerful, or you want to become powerful, give me one single clap. One more. നിങ്ങൾ അടിപൊളിയാണെങ്കിൽ, നിങ്ങൾ പവർഫുൾ ആണെങ്കിൽ, നിങ്ങളോട് പറഞ്ഞിട്ടുള്ള നിങ്ങളെ നിങ്ങൾ മറക്കേണ്ടി വരും. എന്താ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ, ഐ മീൻ നിങ്ങൾ ഉഷാറല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ശരിയല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് കഴിയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാദ്യം എന്ത് ചെയ്യണം, ഡിസ്ട്രോയ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അടിപൊളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സ് സ്വീകരിക്കുമോ? ഇല്ല. ഞാൻ പറഞ്ഞാൽ ആരും കേൾക്കൂല. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം അല്ലേ. ഞാൻ പറയുന്നു, നിങ്ങൾ 100% കോൺഫിഡൻസോട് കൂടി പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം അതനുസരിക്കും. കറക്റ്റ്. നിങ്ങളെ വലത്തെ കൈ പിടിച്ച്, ഏതെങ്കിലും ഒരു കൈ, വലത് കൈ ഈസിക്കാണ്, അതിനെങ്ങനെ നോക്കി. നിങ്ങളെ ഇടത് കൈ ഇങ്ങനെ പിടിച്ച്, ഈ വലത് കൈയുടെ താഴത്ത് ബെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു വര ഇവിടെ ഉണ്ട് അല്ലേ. ഇടത് കൈയുടെ താഴെ ഒരു വര ഉണ്ട്. കറക്റ്റ് ഇല്ലേ? ഇവിടെ ബെൻഡിങ്ങിൽ വരല്ലേ. ഈ 2 വരകളും കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെ അളന്നേ, കറക്റ്റായിട്ട് അളന്നേ. ഇത് നിങ്ങളെ മിഡിൽ ഫിംഗർ നോക്കിക്കേ.